ക്ഷേത്രത്തിൽ കുറച്ച് നേരം പിന്നെ വൈകുന്നേരം ചായ കുടിക്കുന്ന ശീലമുണ്ട് കേട്ടോ. വീട്ടിലെ കട്ടില തൊട്ടില അങ്ങനെ ഒരുപാട് ജോലി ഉണ്ടായിരുന്നു. നാളെ മാല ഇടുന്നുണ്ട്. അപ്പം കട കണ്ടപ്പോൾ ചാടിപ്പോയി അമ്പോട്ടും പറഞ്ഞ ചായ കുടിച്ചു പോവാൻ. അങ്ങനെ ഇവിടെ കയറി ഞാനാണെങ്കിൽ എന്താ ഓർഡർ ചെയ്ത് നോയമ്പാണല്ലോ, അത് അമ്പാടി ഓർഡർ ചെയ്ത് ചായ എന്ന് പറഞ്ഞ് വന്നിട്ട് ഐസ് കണ്ടോ ക്യാൻഡി ഇതാണ് കേട്ടോ മേടിച്ചിട്ട് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ പാവന് എന്താ ഒരു ചായ പിന്നെ വന്നിട്ട് ഈ പരിപ്പോടെ നല്ല ഇഷ്ടമാണ്. രണ്ട് സാധനം ഓർഡർ ചെയ്ത് അങ്ങനെ ഗൈസ് ഞങ്ങൾ മരണ വഴിക്ക് ചായയൊക്കെ കുടിച്ചിട്ടാട്ടോ വരണേ. വന്നുകൊണ്ടിരിക്കുന്ന വഴിക്കുണ്ടല്ലോ അമ്പാടിക്ക് നമ്മുടെ കരിമ്പ് ജ്യൂസ് കണ്ടപ്പോൾ കണ്ടോ കരിമ്പ് ജ്യൂസ് വേണം. അപ്പം അതിന് ഞങ്ങൾ ഇവിടെ മുടി വെട്ടി കേട്ടോ. അത് കണ്ടോ മുടി വെട്ടിയത് കാണിച്ചു തരാം. കണ്ട കാരണം ഇനിയിപ്പോൾ മാല ഇട്ട് കഴിഞ്ഞാൽ കുറച്ച് നാളത്തേക്ക് വെട്ടാൻ പാടില്ലല്ലോ. അപ്പം അതുകൊണ്ട് ഇപ്പോഴേ വെട്ടി അങ്ങനെ കരിമ്പ് ജ്യൂസ് കുടിക്കാൻ വേണ്ടി വന്നേക്കാണ് കേട്ടോ. ഞാനിവിടെ നേരത്തെ കുടിച്ചുകൊണ്ടിരുന്നതാണ് കേട്ടോ ഇവിടുന്ന്. പക്ഷെ ഇപ്പോൾ ഇടക്കാലം കൊണ്ട് നിർത്തി, കാരണം എനിക്ക് തണുപ്പ് പറ്റുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ നിർത്തി വച്ചിരിക്കുകയാണ് ഗൈസ്. അപ്പോൾ അതാ സ്റ്റാർട്ട് ചെയ്തു. എൻ്റെ മകനിത് കണ്ടപ്പോൾ വേണമെന്ന്. അമ്പാടി എന്ത് കുടിക്കാൻ വന്നതാ? എന്ത് ഇതാ ഈ പയ്യനാണ് കേട്ടോ ഇവിടെ കരിമ്പ് ജ്യൂസ് അടിക്കുന്നത്. എപ്പോഴും ഇവിടെ ഉണ്ടാവും കേട്ടോ. നല്ല അടിപൊളി ജ്യൂസാണ്, ഒന്നും പറയാൻ പറ്റില്ല. എനിക്ക് പണ്ടേ ഈ കരിമ്പിൻ്റെ മധുരം ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അങ്ങനെ ഗൈസ് ഇതാ അമ്പാടി കരിമ്പ് ജ്യൂസ് കുടിക്കുകയാണ് കേട്ടോ. എങ്ങനെയുണ്ട് അമ്പു? സൂപ്പറാണോ? ഞങ്ങൾ രണ്ടുപേരും 2 സ്ട്രോ ഇട്ടിട്ടുണ്ട് കേട്ടോ. പക്ഷെ അമ്പു മാത്രമേ കുടിക്കുന്നുള്ളൂ. അമ്പുവിൻ്റെ വലിപ്പത്തിന് ഞാൻ കുനിയാൻ പോയി കഴിഞ്ഞാൽ ശരിയാവില്ല. അതുകൊണ്ടാണ് അവൻ എന്നോട് പറയുകയാണ് കുടിക്കുന്നത്. ഞാനും കൂടെ